ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യപേപ്പറായ 061/2024 കൂലി വർക്കിന്റെ ബാക്കി 11 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്ട്സുമാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശൂർ, ബി കോഴിക്കോട്, സി വയനാട്, ഡി മലപ്പുറം. തൃശ്ശൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 8ാം ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക് എന്ന പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ചോദ്യം മുൻപ് പല തവണ PSC ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിന്റെ ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. അപ്പോൾ 1947 കേളപ്പന്റെ അധ്യക്ഷതയിലാണ് ഐക്യ കേരള കൺവെൻഷൻ ഒക്കെ നടന്നത്. അതിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് അതിന്റെ ഒരു ഐക്യ കേരള പ്രമേയം കൂടെ പാസാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു. അപ്പം 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. അടുത്ത് 12ാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികളാണ്. ഇതിന്റെ ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഇത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 8ാം അധ്യായമായ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ബാക്കിയും കൂടെ നോക്കാം. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തത്തിന് വെല്ലുവിളിച്ചു. അവർണ സവർണ വ്യത്യാസം കൂടാതെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകി എന്നിവയും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തത്തെ വെല്ലുവിളിച്ചു. അവർണ സവർണ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കണം എന്നുള്ള സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ചാന്നാർ ലഹളയ്ക്കും പ്രചോദനമേകി. അതുപോലെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ചു. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ സി കുറിച്യ കലാപം, ഓപ്ഷൻ ഡി മുണ്ട കലാപം. ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് 10ാം ക്ലാസ്സിലെ 8ാം അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്ന ഭാഗത്ത് നിന്നും എടുത്തിട്ടുള്ള ചോദ്യമാണ്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോകുന്നതായിരുന്ന ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പം 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോകുമായിരുന്ന ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ബാക്കിയും കൂടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മലബാർ കലാപം 1921 നടന്നത്. വാഗൺ ട്രാജഡിയും പൂക്കോട്ടർ യുദ്ധവും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1921 മലബാർ കലാപം ഉണ്ടായത്. അടുത്ത ഓപ്ഷൻ സി കുറിച്യ കലാപം 1812 വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളായ കുറിച്യനും കുറുമ്പനും ചേർന്ന് നടത്തിയ കലാപമാണിത്. ഈ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പിയാണ്. തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബർ ഈ കലാപത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയാനേ. കുറിച്യ കലാപം നടന്ന വർഷം എന്ന് പറഞ്ഞാൽ 1812 വയനാട്ടിലാണ്. വയനാട്ട് ഗോത്ര വിഭാഗങ്ങളായ കുറിച്യനും കുറുമ്പനും ചേർന്ന് നടത്തിയ കലാപമാണിത്. അടുത്ത ഓപ്ഷൻ ഡി മുണ്ട കലാപം 1899 1900 കാലഘട്ടത്തിൽ ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ ഗോത്രവർഗ കലാപമാണിത്. മുണ്ട കലാപം എന്ന് പറഞ്ഞാൽ 1899 1900 കാലഘട്ടത്തിൽ നടന്നതാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്?
ഓപ്ഷൻ എ പട്ടണം താണുപിള്ള, ഓപ്ഷൻ ബി സി അച്യുത മേനോൻ, ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ഡി PK വാസുദേവൻ നായർ. അതിൽ ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ചോദ്യവും 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ഗൗരി പാർവതി ബായ്, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ഡി ഗൗരിലക്ഷ്മി ബായ്. ഇതിലെ ഓപ്ഷൻ എ ഗൗരി പാർവതി ബായ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. അപ്പൊ എന്നാണ്? 1817. അടുത്ത ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഇതേ അധ്യായത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഓർത്തു വെക്കണം. കുളച്ചൽ യുദ്ധം ഏത് വർഷാന്നുള്ളത് ചോദിക്കാറുണ്ട്. 1741 ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മ. അടുത്ത ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ഇത് 1904 ശ്രീമൂലം പ്രജാസഭയായി മാറി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് ശ്രീമൂലം തിരുനാളുമാണ്. അതേപോലെ തന്നെ 1904 ശ്രീമൂലം പ്രജാസഭയായിട്ട് അത് മാറുന്നത്. അടുത്ത ഓപ്ഷൻ ഡി ഗൗരിലക്ഷ്മി ബായ്. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ഗൗരിലക്ഷ്മി ബായിയുടെ ഭരണകാലത്താണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ഇവരാണ്. അപ്പം ഗൗരിലക്ഷ്മി ബായെ പറ്റി 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ഗൗരിലക്ഷ്മി ബായി ആണ്. അവരുടെ ഭരണകാലത്താണ് ഇത് നടന്നത്. അടുത്തത് 16. G20യുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ, ഓപ്ഷൻ ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല, ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്, ഓപ്ഷൻ ഡി എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇതിലെ ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് തെറ്റായ ഉത്തരം. അപ്പം 1999 G20 രൂപീകരിച്ചത്. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. അപ്പം 2023 G20 ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയായിരുന്നു. ബാക്കി 3 ഓപ്ഷൻസും കൂടെ ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കണേ. പിന്നെ 2023 G20 ഉച്ചകോടിയുടെ 2ാം ഷെർപ്പ മീറ്റിംഗ് കുമരകത്ത് വെച്ചും കൂടിയാണ് നടന്നത്. അപ്പം അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കോഴിക്കോട്. അതിലെ ഉത്തരം ഓപ്ഷൻ ബി കണ്ണൂരാണ്. കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാന്ന് പഠിക്കുമ്പം അപ്പം പിന്നെ കുറവ് കടൽത്തീരമുള്ള ജില്ലയും കൂടെ നമ്മൾ നോക്കിയിട്ട് പോകണം. അത് കൊല്ലമാണ്. അടുത്ത 18ാമത്തെ ചോദ്യം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാര്? ഓപ്ഷൻ എ ഫസൽ അലി, ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി HN കുൻസ്രു. ഇതിലെ ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 7ാം അധ്യായത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് 58 ദിവസം നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഇതേ തുടർന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാനമായ ആന്ധ്ര സംസ്ഥാനം 1953 നിലവിൽ വന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുവാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയും HN കുൻസ്രുവും മലയാളിയായ KM പണിക്കർ എന്നിവർ അംഗങ്ങളുമായിരുന്നു. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കുകയും
14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 1956 നവംബർ 1 നിലവിൽ വരികയും ചെയ്തു. അപ്പം ഇതിൻ്റെ അകത്ത് പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയാണ്. HN കുൻസ്രുവും മലയാളിയായ KM പണിക്കറാണ് ഇതിൽ അംഗങ്ങളാണ്. അപ്പം അതൊന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. ചേരിചേരാ നയം. 2. സമാധാനപരമായ സഹവർത്തിത്വം. 3. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 4. സ്വാശ്രയത്വം. അതിലെ ഓപ്ഷൻസ് ഓപ്ഷൻ 1ഉം 4ഉം ശരി, ബി 1ഉം 2ഉം 4ഉം ശരി, സി 1ഉം 2ഉം 3ഉം ശരി, ഓപ്ഷൻ ഡി 2ഉം 3ഉം 4ഉം ശരി. ഇതിലെ സി ഓപ്ഷൻ 1ഉം 2ഉം 3ഉമാണ് ശരി. അതായത് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസമാണ്. ഈ ചോദ്യവും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിലെ 7ാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോവാം. 1ാമത്തേത് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. 2. വംശീയവാദത്തോടുള്ള വിദ്വേഷം. 3. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 4ാമത്തെ സമാധാനപരമായ സഹവർത്തിത്വം. 5. പഞ്ചശീല തത്വങ്ങൾ. 6. വിദേശ സഹായത്തിന്റെ ആവശ്യകതകളെക്കുറിച്ചുള്ള ഊന്നൽ. 7. ചേരിചേരായ്മ. ഇത് ഇത്രയുമാണ് അതിൻ്റെ അകത്തുള്ളത്. 20ാമത്തെ ചോദ്യം, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ ബി ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഓപ്ഷൻ സി ജർമ്മനി, ഇറ്റലി, തുർക്കി. ഓപ്ഷൻ ഡി ജർമ്മനി, തുർക്കി, ആസ്ട്രിയ, ഹംഗറി. അതിലെ ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതും 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിലെ 2ാമത്തെ അധ്യായം ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യമാണ്. സഖ്യശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതേ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിയെ ആക്രമിക്കുകയും ഇത് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ഇതേ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിയെ ആക്രമിക്കുകയും ഇത് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ വീഡിയോയിൽ പരിചയപ്പെട്ട 11 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് SCERT പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കാണുമല്ലോ നിങ്ങൾ. അപ്പം ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ആൻഡ് ഹാപ്പി ലേണിംഗ്.